നരേന്ദ്രമോദി ഭരിക്കല്ലേ എന്ന്. നരേന്ദ്രമോദി ഭരിക്കുമ്പോഴൊന്നും പറയാൻ പാടില്ല. രാജ്യത്തെ മുസ്ലിങ്ങൾ കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. വഖഫ് ഭേദ നിയമം പാസ്സാക്കപ്പെട്ടു. ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ഇതാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ബീഹാറിലെ പോലെ ആസാം പോലെ ഇനി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സമൂഹത്തിന് മുമ്പിൽ ഒട്ടാകെ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരി തേറ്റുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, വികലമായി ചിത്രീകരിക്കുന്ന ആശയക്കാരെയെല്ലാം അവരൊക്കെ നമ്മുടെ ആളുകളാണ്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണിയാണോ ഇവിടുത്തെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടത്? മുസ്ലിം സമുദായത്തെ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആശയപ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ നേരും നെറിയും ഈ സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. ആ ദൗത്യമാണ് പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല, മുസ്ലിം സമുദായത്തിൽ ചേരിതിരിവുണ്ടാക്കാനല്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ടവരെല്ലാം ചേർത്തിരുത്തി അത്തരം കൂട്ടായ്മയോട് സഹകരിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുലമയും പോഷക സംഘടനകളും. പക്ഷേ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് അന്യമായ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വന്നാൽ പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കും. സ്വാഭാവികമല്ലേ? അത്രേ സമസ്ത കേരള ജമിയത്തിലൂടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ മോഡി ഭരിക്കുന്ന കാലമാണ്, വളരെ അപകടകരമായ സാഹചര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സമസ്ത ഉണ്ടാക്കിയത് 1926 അന്ന് ഇവിടെ ബ്രിട്ടീഷുകാരെ ഭരിച്ചിരുന്നു. നാടിന് സ്വാതന്ത്ര്യം പോലും ഇല്ല. അന്ന് പട്ടിണിയും പരിവട്ടമായിരുന്നു. നേരെ ചെവ്വേ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത, വിദ്യാഭ്യാസം നേടാൻ വകയില്ലാത്ത, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വകയില്ലാത്ത പട്ടിണി പാവങ്ങളായി കഴിഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പല ആളുകൾ നാട് കടത്തപ്പെടുന്നു, കുറെ ആളുകൾ ജയിലിലടക്കപ്പെടുന്നു, കുറെ ആളുകൾ ഒളിവിൽ താമസിക്കുന്നു. വളരെ ഭീതിതമായൊരവസ്ഥ. അക്കാലത്ത് ഈ ബിദായി പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ, അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഏതായാലും സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുകയല്ലേ, സ്വാതന്ത്ര്യ സമരമൊക്കെ അവസാനിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടേതായ ഒരു ഗവൺമെന്റ് ഒക്കെ വരട്ടെ, എന്നിട്ട് മതി ഈ സംഘടനയും സംവിധാനവും എന്ന് പറഞ്ഞോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനം അവന്റെ വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പണിയെടുക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമപ്രധാനം ആ സമുദായത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ്. ആ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജമിയത്തുലമ നിർവഹിച്ചത്. ഈ ബിദായി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അപകടകരമായ വികലമായ ആശയങ്ങളോട് പ്രചരിപ്പിക്കപ്പെട്ട സമയത്തൊക്കെ അതിന്റെ തെറ്റും ശരിയും ഈ സമുദായത്തിന് മുമ്പിൽ സമസ്ത കേരള ജമിയത്തുലമ വിശദീകരിച്ചു. മതപരമായ കാര്യത്തിൽ, ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജമിയത്തുലമ ഒട്ടേറെ തീരുമാനങ്ങളിലൂടെ പ്രഖ്യാപിച്ചല്ലോ, ഒട്ടേറെ ഫത്വകൾ പുറപ്പെടുവിച്ചല്ലോ. ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജമിയത്തുലമ ദീനുമായി ബന്ധപ്പെട്ട് സമുദായത്തിന് മുമ്പിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്ത് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം? അത് മീറ്റിംഗ് കൂടിയിട്ട് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനിക്കുന്ന പരിപാടിയല്ല. മതപരമായ കാര്യങ്ങളിൽ മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ സമുദായത്തോട് സംസാരിച്ചു. ഇതാണ് സമസ്ത കേരള ജമിയത്തുലമ ചെയ്തത്. ആ ആശയപരമായ ഭദ്രത ഈ സമുദായത്തിനകത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കി. അതിനാണ് ഈ മദ്രസകളും പള്ളികളും ദർസുകളും അറബി കോളേജും മഹല്ല് സംവിധാനവും എല്ലാം ഉണ്ടാക്കിയത്. ഇത് പറയുമ്പോ സമസ്ത എത്ര മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്, സമസ്ത എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ പള്ളിപ്പണി നടക്കുന്ന സമയത്ത് സമസ്തത്തിന് സംഭാവന കൊടുന്നോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു കാര്യം അറിയണം, നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഏതെങ്കിലും ഒരു ആജിയാർ 10 സെന്റ് സ്ഥലം തന്നിട്ട് ഇവിടെ ഒരു മദ്രസ പണിയാൻ ഞാനിത് ആ സ്ഥലം വഖഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ യോഗം കൂടിയിട്ട് മദ്രസ പണിയാൻ ആവശ്യമായിട്ട് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് സംഭാവന പിരിക്കും. വഅദ് നടത്തിയിട്ടും ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തിട്ടും കഷ്ടപ്പെട്ട് പിരിവ് നടത്തിയിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മദ്രസയുടെ നിർമ്മാണം പൂർത്തിയാക്കും. ഉദ്ഘാടനം ആകുമ്പോൾ ആ നാട്ടുകാർ കൂടി തീരുമാനിക്കും
ഈ മദ്രസയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചാണ് ദീൻ പഠിപ്പിക്കേണ്ടത്. എന്താ തീരുമാനിക്കാൻ കാരണം? ആ നാട്ടുകാരുടെ ഏകകണ്ഠമായ തീരുമാനമാണ് ഇവിടെ ദീൻ പഠിക്കേണ്ടത്, ദീൻ പഠിപ്പിക്കേണ്ടത് അത് സമസ്ത മുഖേനയായിരിക്കണം. കാരണം അവിടെ നിന്നാണ് യഥാർത്ഥ ദീനീ വിദ്യാഭ്യാസം ലഭ്യമാവുക എന്ന് സമുദായത്തിന്റെ പൊതുവായ വിശ്വാസമാണ്. അല്ലാതെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവോ സംഭാവനയുടെ അത് ആര് തന്നു എന്നുള്ളതോ അത് ആര് കെട്ടിപ്പൊക്കു എന്നതിനേക്കാളൊക്കെ അപ്പുറം വിശ്വാസി സമൂഹം ആഗ്രഹിക്കുന്നത് നല്ല മദ്രസയിൽ പഠിക്കണമെന്നല്ല, നല്ല സൗകര്യമുള്ള മദ്രസയിൽ പഠിക്കണമെന്നല്ല, നല്ല സൗകര്യപ്രദമായിട്ട് ദർസിൽ പഠിക്കണമെന്നല്ല. അവിടെ ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശം അനുസരിച്ചായിരിക്കണം. അഥവാ യഥാർത്ഥ ദീനാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ അത് സമസ്തയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ആയിരിക്കണമെന്ന് സമുദായത്തിന്റെ പൊതുവായ വിശ്വാസമാണ്. ആ വിശ്വാസം സമുദായത്തിൽ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തല്ല. ഈ സമുദായത്തിന് ആ അർത്ഥത്തിലുള്ള വിശ്വാസ്യതയുടെയും അംഗീകാരവും ഈ സമുദായത്തിൽ നേടിയെടുക്കാൻ കാരണമായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്രമേൽ സത്യസന്ധമായി അതിനെ ദൗത്യം ഇവിടെ നിർവഹിച്ചതുകൊണ്ടാണ്. അത് ഈ പ്രസ്ഥാനം നേടിയെടുത്തൊരു വിശ്വാസ്യതയാണ്. അത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. ആ വിശ്വാസ്യത മറ്റൊരാൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. ആ വിശ്വാസ്യതക്ക് മറ്റൊരാൾക്ക് വില പറയാനും കഴിയില്ല. ആ വിശ്വാസ്യത അത് സമൂഹം നൽകുന്ന വിശ്വാസ്യതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതപരമായ വിഷയത്തിൽ ഇവിടെ പല തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരാണെങ്കിലും സാമൂഹ്യ നിരീക്ഷകരാണെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണെങ്കിലും ഒക്കെ ചോദിക്കുന്നു, അന്വേഷിക്കുന്നു എന്താണ് ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറഞ്ഞു? സമസ്ത മുഷാവറ ഇക്കാര്യത്തിൽ വല്ല തീരുമാനമെടുത്തോ? സമസ്ത ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? അങ്ങനെ കാതോർക്കുന്ന ഒരു സമൂഹം ഉണ്ടായതിന്റെ കാരണം എന്താണ്? ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആധികാരികമായി തീരുമാനം പ്രഖ്യാപിക്കപ്പെടുന്ന വേദി അത് സമസ്തയാണ് എന്ന് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിച്ചുണ്ടാക്കിയതല്ല. അത് സമൂഹത്തിന്റെ വിശ്വാസ്യതയാണ്. ഈ ആദർശപരമായ ഭദ്ര നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയത്. ആ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്താണ്? സമസ്ത ഇവിടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം തന്നെ പഠിപ്പിച്ചു. ഒരു വിദ്യാഭ്യാസ സംസ്കാരം പഠിപ്പിച്ചു. അത് ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും മതവിദ്യാഭ്യാസമാണെങ്കിലും പുതിയ സാങ്കേതിക വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ അടിസ്ഥാനപരമായ ദീനീ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടേ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ കുട്ടികൾ വഴിതെറ്റി സഞ്ചരിക്കും. ഇന്ന് സ്വതന്ത്ര ചിന്തകൾ വ്യാപിക്കുന്ന ഒരു കാലമാണ്. ലിബറലിസത്തിന്റെ കാലമാണ്. എല്ലാ കാര്യവും എനിക്ക് സ്വന്തം തീരുമാനിക്കാൻ കഴിയും. എനിക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് മാതാപിതാക്കളുടെ ആവശ്യമില്ല, പണ്ഡിതന്മാരുടെ ആവശ്യമില്ല, മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം ആവശ്യമില്ല, എന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാം, അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പുതിയ തലമുറയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വിളിച്ചു പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ആ മതവിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഈ സമൂഹത്തിൽ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ നമുക്ക് നഷ്ടപ്പെടുന്ന അപകടകരമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. വളരെ അപകടകരമാണ്. നമ്മുടെ ക്യാമ്പസുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പസിലെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വാദഗതികൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത്ര അപകടകരമായ ഒരു തലത്തിലേക്കാണ്, മതനിഷേധത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, ഒരുതരം സ്വതന്ത്ര ചിന്തയിലേക്ക് പുതിയ തലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ തലമുറക്ക് അവന്റെ ഈമാൻ കടിച്ചുപിടിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ദീനീ വിദ്യാഭ്യാസം നൽകി ആ തർബിയത്തിൽ വളർത്തിയിട്ട് ആ തർബിയത്തിൽ വളർന്നു വന്ന കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ നമ്മുടെ കുടുംബത്തിലടക്കം വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേരുക. ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പണ്ടുകാലം മുതലേ പറയുന്ന കാര്യമാണ്. പണ്ടൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരത് പറഞ്ഞപ്പോ ഈ സുന്നി മൗലിയാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദുരാരോപണം ഉന്നയിച്ച് ഈ പണ്ഡിതന്മാർക്കെതിരെ കള്ളപ്രചാരണം നടത്തിയ പല ആളുകളും ഇന്നും ആ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്. എന്തായിരുന്നു? ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായതുകൊണ്ടാണോ?
ഇംഗ്ലീഷ് ഭാഷക്കെതിരായത് കൊണ്ടാണോ? അല്ല. പക്ഷെ ഏത് വിദ്യാഭ്യാസം നേടുകയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ ദീനി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ആ ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണോ? ആ ഭൗതിക വിദ്യാഭ്യാസത്തെ നമ്മുടെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, ബോധപൂർവം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ദീനി വിദ്യാഭ്യാസമില്ലാതെ ഏത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആരുയർന്നു വന്നാലും അതുകൊണ്ട് അവന്റെ കുടുംബത്തിന് പോലും ഗുണകരമല്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് അവർ എത്തിച്ചേരുക. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമല്ല, വിദ്യാഭ്യാസ സംസ്കാരം. ആ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ പ്രത്യേകത ഏതാണ്? ആ വിദ്യാഭ്യാസ സംസ്കാരം ഇവിടെ നിലനിർത്താനും പരിശീലിപ്പിക്കാനും ശ്രമിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഏത് വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് പോവുകയാണെങ്കിലും അത് സമസ്തയുടെ തണലിൽ വളർന്നു പന്തലിച്ചൊരു സംവിധാനമാണെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് സമസ്തയുടെ നേതൃത്വം പറയുന്നത് തെറ്റാണോ? വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഈ പാലത്തിങ്ങൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കീഴിൽ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ഈ മഹല്ലിലെ ഓരോ വ്യക്തികളും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? അത് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള സ്ഥാപനമാണ്, നമ്മുടെ മഹല്ലിന്റെ പിന്തുണയുള്ള സംവിധാനമാണ്, മഹല്ലിന്റെ പ്രോത്സാഹനവും സഹായവുമുള്ള സംവിധാനമാണ്. അത് നമ്മുടെ സ്ഥാപനമാണെന്ന് പലപ്പോഴും മഹല്ല് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പള്ളിയിൽ നിന്നും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടത്താനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന ആളുകൾ അത് ഏൽപ്പിച്ചു, ഭംഗിയായി അവർ നടത്തിക്കൊണ്ടു പോകുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോ നടത്തിപ്പുകാർക്ക് തോന്നുന്നു ഇനി മഹല്ല് കമ്മിറ്റിന്റെ ആവശ്യമില്ലെങ്കിലും ഇതൊക്കെ സ്വന്തം നടത്താൻ പറ്റും, ഈ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ നടത്താവുന്നേ ഉള്ളൂ, ഇനി നിങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ സ്വയം പര്യാപ്തരായിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് വന്നാൽ നിങ്ങൾ മഹല്ല് നിവാസികൾ എന്ത് സമീപനം സ്വീകരിക്കും? ഈ മഹല്ല് നിവാസികൾ എന്ത് സമീപനം സ്വീകരിക്കും? നിങ്ങൾ ആ വാദഗതിയെ പ്രോത്സാഹിപ്പിക്കുമോ? നിങ്ങൾ അതിനെ പിന്തുണക്കുമോ? അതിനെ പിന്തുണക്കുന്നവരോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന ഒരു ന്യായമല്ലേ അത്? ഒരു പ്രത്യേകമായ സംവിധാനത്തിന്റെ അംഗീകാരത്തോടെ അതിന്റെ തണലിൽ വളർന്നു പന്തലിച്ച് പിന്നെ തിരിഞ്ഞുകുത്തുന്ന സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, എതിർക്കപ്പെടും. പിന്നെ അത് അതിന്റെ യഥാർത്ഥ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാക്കുന്ന സ്വഭാവത്തിലേക്കാണ് പിന്നെ അതിന്റെ മസ്ലഹത്ത് എത്തിച്ചേരുക. ആ മസ്ലഹത്ത് അംഗീകരിക്കപ്പെടുന്ന ഘട്ടത്തിലല്ലാതെ സ്വാഭാവികമായും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം വരില്ല. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കീഴിലുള്ള ഏത് വിദ്യാഭ്യാസ സംരംഭമാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പടർന്നു പന്തലിച്ച് തഴച്ചു വളർന്നതാണോ അത് അതിന്റെ ആശയപരമായ, അതിന്റെ ചിന്താപരമായ, അതിന്റെ കാഴ്ചപ്പാടിലും അതിന്റെ ആദർശപരമായ ഭദ്രതയുടെ കുടക്ക് കീഴിൽ മുന്നോട്ട് പോകണം. കാരണം ആ സമസ്തയെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ അതിൽ സംഭാവന നൽകിയത്. ആ സമസ്തയിൽ വിശ്വസിച്ചുകൊണ്ടാണ് മക്കൾ അവിടെ കൊണ്ടുവന്ന് ചേർത്തത്. ആ സമസ്തയെ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ആ കെട്ടിടം നിർമ്മാണം ഏറ്റെടുത്തത്. ആ സമസ്തയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്ത്. ഒറ്റപ്പെട്ടതൊക്കെ അപവാദം ഉണ്ടായിരിക്കാം, പക്ഷേ മഹാഭൂരിപക്ഷവും ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഇക്കാലത്ത് ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടൊന്നും ആരും ഒന്നും ചെയ്യാറില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പണ്ഡിത നേതൃത്വം സത്യസന്ധമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടത്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സമുദായത്തിലെ പൊതുവായ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവിടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഇതൊന്നും സമസ്ത ഇടപെടേണ്ട കേസല്ല എന്ന് പറഞ്ഞ് സമസ്തയെ മോശമാക്കുന്ന ചില പ്രവണതകളുണ്ട്.
സമസ്ത കേരള ജംഇയ്യത്തുലമ അതിന്റെ പണ്ഡിതന്മാർ മുഷാവർ യോഗം ഉയർന്നുകൊണ്ട് ഇത് സമസ്ത ഇടപെടേണ്ട സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സമസ്ത ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത് സദുദ്ദേശപരമായ നീക്കമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ സമസ്തയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഏത് കാര്യങ്ങളിലും സമസ്ത ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. 1969 കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം കൊണ്ടുവന്നു. ആ വിജ്ഞാപനം ഇങ്ങനെയായിരുന്നു: നമ്മുടെ നാട്ടിലെ വഖഫ് സ്ഥാപനങ്ങൾ, ആ വഖഫ് സ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ 6% വാർഷിക വിഹിതമായിട്ട് വഖഫ് ബോർഡിൽ അടക്കണം. ഇന്ന് 7% അടക്കാറുണ്ട്. 7% ഇന്ന് വഖഫ് ബോർഡിൽ അടക്കാനുള്ള മാനദണ്ഡം അത് സ്ഥായിയായ വരുമാനമായിരിക്കണം. സംഭാവനക്കോ അതേപോലുള്ള കാര്യങ്ങൾക്കൊന്നും ആ വിഹിതം ബാധകമല്ല. സ്ഥായിയായ വാടക പോലെയുള്ള സ്ഥായിയായിട്ടുള്ള വരുമാനങ്ങൾക്ക് മാത്രമാണ് 7% വഖഫ് ബോർഡിൽ ഇന്ന് നമ്മുടെ വഖഫ് ബോർഡിലേക്ക് വഖഫ് സ്ഥാപനം അടക്കാറുള്ളത്. 1969 കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞു സ്ഥായിയായ വരുമാനങ്ങൾ മാത്രം പോരാ. അന്നൊക്കെ ഒറ്റത്തെങ്ങലുണ്ടായിരുന്നു. ഓരോ വീട്ടുകാരും ഒരു തെങ്ങ് വഖഫ് ചെയ്യുക. ആ ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷത്തിൽ കിട്ടുന്ന വരുമാനം എത്രയാണോ അതിന്റെ 6% കേന്ദ്രത്തിൽ അടക്കണം. അന്ന് പിടിയേരി സംഭാവന നൽകിയിരുന്നു. അപ്പൊ പിടിയേരിയുടെ കണക്ക് വെച്ചിട്ട് ഒരു വർഷക്കാലം എത്ര രൂപ മൂല്യത്തിന്റെ പിടിയേരി ഉണ്ടോ അതിന്റെ 6% കേന്ദ്ര സർക്കാരിൽ അടക്കണം. എന്തിനധികം പറയണം? നിക്കാഹ് കഴിച്ചാൽ പള്ളിയിൽ ഉസ്താദിന് നിക്കാഹിന്റെ പണം കൊടുക്കും. ആ നിക്കാഹിന്റെ പണത്തിന്റെ വരുമാനം ഒരു വർഷം എത്രത്തോളം ഉണ്ടോ അതിന്റെ 6% കേന്ദ്രത്തിലേക്ക് അടക്കണം. ഒരു അപകടകരമായ വിജ്ഞാപനം വന്നു. 1969 ഇങ്ങനെ വിജ്ഞാപനം വന്നപ്പോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് നമ്മുടെ നാട്ടിലെ വഖഫ് സ്ഥാപന ഭാരവാഹിയുടെ യോഗം വിളിച്ചു. 1969 നടന്ന സംഭവം ഞാൻ പറയുന്നത്. വഖഫ് സ്ഥാപന ഭാരവാഹിയുടെ യോഗം വിളിച്ചു. യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് നമ്മൾ 6% ഇങ്ങനെ കേന്ദ്ര വഖഫ് ബോർഡിലേക്ക് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ആവശ്യമായ ചില നീക്കങ്ങൾ, ചില നിവേദനം നൽകലും ചില പ്രൊട്ടസ്റ്റുകളൊക്കെ സമസ്ത ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് നിങ്ങളൊക്കെ സഹകരണം വേണമെന്ന് പറഞ്ഞു. എല്ലാവരും സമസ്ത മുന്നോട്ട് വെച്ച ആ നീക്കത്തിന് പിന്തുണ ഉറപ്പിച്ചെന്നു മാത്രമല്ല, ആ യോഗത്തിൽ വെച്ച് സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. വേറെ സംഘടനയാ യോഗം വിളിച്ചിട്ടില്ലേ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് യോഗം വിളിച്ചത്. സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കി. ഇന്നും ജീവിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള മുക്കം മൊയ്മൂൻ ഹാജി ഉൾപ്പെടെ ആ സംരക്ഷണ സമിതിയിൽ മെമ്പറായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായ ടി.കെ. പരീക്കുട്ടി ഹാജി അന്ന് 1969 ആ സംരക്ഷണ സമിതിയിൽ അംഗമായിരുന്നു. മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി പ്രധാനപ്പെട്ട ഉമറ ആയിരുന്നു, അദ്ദേഹം അതിൽ അംഗമായിരുന്നു. അങ്ങനെ വളരെ പൗരപ്രമുഖരായിട്ട് ഒരുപാട് ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യം ഗവർണർക്ക് നിവേദനം കൊടുത്തു. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ഷെയ്ഖുന ശംസുലമ നേരിട്ട് സന്ദർശിച്ച് നിവേദനം നൽകി. കാരണം അത്രയും ഗൗരവമുള്ള വിഷയം അതുകൊണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി കേന്ദ്ര മന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. തീരുമാനമാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ നിവേദനങ്ങളും പ്രൊട്ടസ്റ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടും. 1970 വിജ്ഞാപനം തിരിച്ചു വന്നു. സ്ഥായിയായ വരുമാനം ഒഴികെ ഈ പറയുന്ന ഒറ്റത്തെങ്ങ്, പിടിയരി, നിക്കാഹിന്റെ പണം ഇതുപോലുള്ള സംഖ്യയിൽ നിന്ന് വിഹിതം അടക്കേണ്ടതില്ല എന്ന് 1970 കേന്ദ്ര സർക്കാർ
ആ വിജ്ഞാപനം തിരുത്തി അറിയിച്ചു. ഇത് അന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മഹാനായ ശംസുലുമയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഇടപെടലാണ്. ഇതൊന്നും എവിടെയും ഇത് നമ്മുടെ നേട്ടമാണെന്നൊട്ടൊന്നും എവിടെയും പ്രസംഗിച്ചടക്കാറില്ല. പക്ഷേ അടുത്ത കാലത്ത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോയാലോ സുപ്രീം കോടതി പോയാലോ സമസ്ത എന്തെങ്കിലും ഇത്തരം സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങൾ ഒരു പ്രസ്താവന പോലും ഇറക്കിയാൽ നിങ്ങൾ പള്ളി പോയിരുന്നാൽ പോരെ, നിങ്ങൾ മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ പോരെ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് ഇത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സംഘടനാ സംവിധാനമാണിത് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ സമുദായവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പല വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് യതീംഖാനകളിൽ നമ്മുടെ യതീംഖാനകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറിയിട്ട് ആകെ ഭീതിപ്പെടുത്തിയൊരു കാലം. മനുഷ്യക്കടത്ത് എന്നാ പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ നിന്ന് ഏതോ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി നല്ല മിടുക്കരാക്കി വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടുത്തെ എല്ലാ ഓർഫനേജുകളും ഉണ്ടായിരുന്നു, സംഘടനകൾക്ക് അതീതമായി. അങ്ങനെയാണ് ഇവിടുന്ന് ഇതിനെ കുറിച്ചിട്ട് മനുഷ്യക്കടത്താണ്, കുട്ടിക്കടത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൊണ്ടുവന്ന അധ്യാപകർ അറസ്റ്റ് ചെയ്യുന്നു, യതീംഖാന റെയ്ഡ് ചെയ്യുന്നു, യതീംഖാന ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. വളരെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. എന്തായിരുന്നു സർക്കാർ തീരുമാനം? ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് JJ ആക്ട് വന്നിട്ടുണ്ട്. എല്ലാ അനാഥശാലകളും JJ ആക്ടിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലാതെ ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ യതീംഖാനകൾ JJ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള നിലവിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഒരു യതീംഖാന കമ്മിറ്റിക്ക് യതീംഖാന നടക്കാൻ കഴിയില്ല. കാരണം ഓരോ കുട്ടിക്കും കിടക്കാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള കട്ടില വേണം, ഒരു റൂം ഇത്ര സ്ക്വയർ ഫീറ്റ് ആയി പാടുള്ളൂ, ആ റൂമിൽ ഇത്ര കുട്ടികളെ കിടക്കാൻ പാടുള്ളൂ, അവരുടെ ഭക്ഷണത്തിന്റെ മെനു ഇന്നതാണ്, അവരെ നോക്കാൻ വേണ്ടി ഇത്ര സ്റ്റാഫ് വേണം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ട് ആ വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മുടെ യതീംഖാനകൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ അപകടകരമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മുഴുവൻ അനാഥശാലകളെയും അടച്ചുപൂട്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നല്ല മിടുക്കരായ കുട്ടികളെ വളർത്തുന്ന ആ ഒരു പ്രോസസ്സ് പൂർണ്ണമായി തടയുന്ന രീതിയിലുള്ള നീക്കം നടത്തി. പല യതീംഖാനകളും അടച്ചുപൂട്ടുന്ന കാര്യം ആലോചിച്ചു. ചില യതീംഖാനകൾ JJ ആക്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഘട്ടം വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു, JJ ആക്ട് ഇവിടുത്തെ യതീംഖാനകൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള ഒരു നിയമപരിരക്ഷ സുപ്രീം കോടതി നമുക്ക് നേടണം. അതിനാവശ്യമായ ഒരു നീക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്താൻ പോകുന്നുണ്ട്. താല്പര്യമുള്ള യതീംഖാന മാനേജ്മെന്റുകൾക്ക് സഹകരിക്കാന്ന് പറഞ്ഞു. സമസ്ത യോഗം വിളിച്ചു. ഒരുപാട് യതീംഖാന ഭാരവാഹികൾ വന്നു. ചിലര് പറഞ്ഞു, ഈ മൗലിയമാർക്ക് യാതൊരു അന്തമല്ലോട്ടോ, നാട്ടിൽ JJ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്, ഇനി ആ JJ ആക്ടിന് വിധേയമായിട്ട് ഇവിടെ യതീംഖാന നടത്തുക അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച് പോവാന്നല്ലാതെ ഇവർക്കും വേണ്ടി ഇനി വേറെ നിയമം കൊണ്ടുവരാൻ നടക്കുവോ? അതുകൊണ്ട് ഇതിനൊന്നും ആരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആളുകളൊക്കെ നടത്തുന്ന യതീംഖാനകളൊന്നും സമസ്തയുടെ കേസുമായിട്ട് സഹകരിച്ചില്ല. 135 യതീംഖാനകളെ ഈ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമുഖരായ അഭിഭാഷകരെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ മാസങ്ങളോളം കേസ് നടത്തി ഒടുവിൽ വന്ന വിധി എന്താണ്? ഈ 135 യതീംഖാനകളെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യതീംഖാന വന്ന കാലം, അതിന്റെ പാരമ്പര്യം, ആ യതീംഖാന നടത്തുന്ന രീതിയെക്കുറിച്ച്, ആ യതീംഖാനയിൽ വരുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യം, അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇങ്ങനെ യതീംഖാന ഈ സമൂഹത്തിൽ നടത്തുന്ന സംഭാവനകൾ, സേവനങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ ഡാറ്റ വെച്ചുകൊണ്ട് കൃത്യമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി അവസാനം സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി വന്നു. ആ വിധി എന്തായിരുന്നു അറിയോ? ഈ 135 യതീംഖാനകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന വിധി. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വിധിയാണ്. ഇന്നും ഈ നിമിഷവും ആ 135 യതീംഖാനകളും 135 യതീംഖാനവും സമസ്തയുടെ യതീംഖാനൊന്നുമല്ല, പല സംഘടനകളും നടത്തുന്ന യതീംഖാനകളുണ്ട്. അവർക്കൊന്നും അങ്ങനെ കേസിന് പോകാനോ അങ്ങനെ നിയമപരീക്ഷ നേടിയെടുക്കാനോ അങ്ങനെ സംഘടന ഉണ്ടായില്ല, നേതാക്കളുണ്ടായില്ല. സമസ്തയുടെ ഈ നിയമ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ഈ 135 ഓർഫനേജുകളും ഈ നിമിഷവും JJ ആക്ട് ബാധകമല്ലാതെ അന്തസ്സായിട്ട് യതീംഖാന നടത്തുന്നുണ്ട്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നത്
അതൊരു സംഘടന എന്ന നിലയിൽ, സമുദായത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ നിയമവിധേയമായി അതിന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അപകടകരമായ ഒരു നിയമം കൊണ്ടുവരാൻ ഈ ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ശ്രമിച്ചു. വഖഫ് ബോർഡിൽ നിയമനം നടത്തുന്ന ആളുകൾ, ആ വഖഫ് ബോർഡിൽ സ്റ്റാഫായിട്ട് വരുന്ന ആളുകളെ PSC നിയമിക്കണമെന്ന് പറഞ്ഞു. എന്താണ് വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വഖഫ് ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കളെ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ വഖഫ് സംവിധാനത്തെ, വഖഫ് സ്വത്തുക്കളെ പരിരക്ഷിച്ചുകൊണ്ട് നിലനിർത്തുക, അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതിലെവിടെയെങ്കിലും വൈലേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടുക, അതിനാവശ്യമായ നിയമപരീക്ഷ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണല്ലോ വഖഫ് ബോർഡിന്റെ ഉദ്ദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും വാക്കിഫിനെ കുറിച്ച്, വഖഫിനെ കുറിച്ച്, അതിന്റെ പുണ്യത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ബുദ്ധിയും ബോധ്യവും മതപരമായ ധാരണയുമുള്ള ആളുകളായിരിക്കണം ആ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ. PSC നിയമിച്ചാൽ എന്താ സംഭവിക്കുക? PSC നിയമിച്ചാൽ മുസ്ലിം പേരുള്ള ആളായിരിക്കും. അതൊരു പക്ഷേ യുക്തിവാദി പോലും ആയിരിക്കാം, മതനിഷേധിയായിരിക്കാം. വാക്കിഫിനെയോ വഖഫിനെയോ വഖഫിന്റെ പുണ്യത്തെക്കുറിച്ചോ ഒരു മതിപ്പുമില്ലാത്ത ആളുകൾ വരെ ആയിരിക്കാം. ഇവിടുത്തെ പല മുസ്ലിം സംഘടനകളും പറഞ്ഞു, സമസ്ത ഉൾപ്പെടെ പറഞ്ഞു, വഖഫ് നിയമനം PSCക്ക് വിടാൻ പാടില്ല. ഇങ്ങനെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വന്നു മുതൽ അത് സംബന്ധമായ ഓർഡിനൻസ് പിൻവലിക്കുന്നതുവരെ സമസ്ത എടുത്ത നിലപാടെന്തായിരുന്നു? വഖഫ് നിയമനം PSCക്ക് വിടാൻ പാടില്ല. സമസ്തയിൽ നിന്ന് നേരത്തെ പിരിഞ്ഞുപോയ വിഘടിത വിഭാഗം ഈ വിഷയത്തിലെടുത്ത സമീപനം PSCക്ക് വിടാന്നിരുന്നു. PSCക്ക് വിടാം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ജമാഅത്ത് മുജാഹിദ് പോലുള്ള സംഘടനകൾ അവര് പിന്നെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. കാരണം അവർ അപൂർവം വഖഫ് സ്വത്തുക്കളും വഖഫ് സംവിധാനങ്ങളെ അവർ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ നിലപാട്, ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫ് സ്വത്തുക്കളും സമസ്ത കേരള ജമിയത്തുലമയുടെ മേൽവ്യാസത്തിൽ നടക്കുന്ന സംവിധാനങ്ങളാണ്. സമസ്ത പറഞ്ഞ് PSCക്ക് വിടാൻ പാടില്ല. അത് വഖഫ് ബോർഡ് ഒരു പ്രത്യേകമായ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് അത്തരം സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യരായ വിശ്വാസികളായ ഉദ്യോഗസ്ഥന്മാരാണ് നിയമിക്കേണ്ടത്. എന്തിനധികം നിയമസഭയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ അവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിലുള്ളതിൽ പല ആളുകളും താൽക്കാലിക ജീവനക്കാരാണ്, അതുകൊണ്ട് നിലവിലുള്ളവരെ മുഴുവനും സ്ഥിര നിയമനം കൊടുക്കുക, പുതിയ ആളുകളെ ഇനി നിയമിക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ PSCക്ക് വിട്ടുകൊള്ളാം എന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോഴും സമസ്ത കേരള ജമിയത്തുലമയുടെ നിലപാട് എന്തായിരുന്നു? PSCക്ക് വിടാൻ പാടില്ല, PSCക്ക് വിടാൻ പാടില്ല. ഇത് സംബന്ധമായ സമരങ്ങൾ ആരംഭിച്ചു. എല്ലാ മുസ്ലിം സംഘങ്ങളും കൂടിയിട്ട് സമരങ്ങൾ ആരംഭിച്ചു. ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല കൺവെൻഷനുകളും പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്ത പൊതുനിരത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളെയും നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുലമയുടെ അധ്യക്ഷൻ പറഞ്ഞു, ഇത് സംബന്ധമായ പ്രചാരണങ്ങളും സമരങ്ങളും പള്ളിക്കകത്ത് വെച്ച് വേണ്ട. അതിന്റെ കാരണം എന്താണ്? ഒരു മഹല്ലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രഭാഷണങ്ങളും മറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ എതിർക്കാൻ ആളുകൾ വരും. പള്ളിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വരാം. സംഘർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് പള്ളിക്കകത്ത് ഇത് സംബന്ധമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വേണ്ട, എന്നാൽ പൊതുനിരത്തുകളിൽ ഇത് സംബന്ധമായ പ്രതിഷേധങ്ങൾ വേണമെന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞു. സമസ്തയുടെ അധ്യക്ഷൻ ഇത് പറഞ്ഞു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് എത്ര വൃത്തികെട്ട ഭാഷയിലാണ് അദ്ദേഹത്തെ പല ആളുകളും വിമർശിച്ചത്. എന്ത് ന്യായമായിരുന്നു അതിനുള്ളത്? അവസാനം ഏറ്റവും കൂടുതൽ വഖഫ് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ സമസ്ത സ്വീകരിച്ച നിലപാടിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്തൊരു സ്റ്റാൻഡ് സ്വീകരിച്ചപ്പോ സമസ്തയെ തന്നെ ഇവിടുത്തെ സർക്കാർ ചർച്ചക്ക് വിളിച്ചു. ഓർഡിനൻസ് നിയമസഭയിൽ തിരുത്താമെന്ന് വാക്ക് നൽകി, അത് തിരുത്തി. ഇത് സമസ്ത വലിയൊരു നേട്ടമായിട്ടൊന്നും പറയുന്നില്ല.
പക്ഷേ ഇത്തരം ഒരു ഇടപെടൽ സൂക്ഷ്മതയോടുകൂടി മഹല്ലുകളിൽ സമൂഹത്തിൽ സംഘർഷങ്ങളില്ലാതെ എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ സമസ്ത എത്ര പേർ ആക്ഷേപിച്ചു, എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം വൃത്തികെട്ട ഭാഷയിലാണ് അതിനെ ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലമ എല്ലാ കാലത്തും ഈ സമൂഹത്തിന്റെ ഐക്യം, ഈ സമൂഹത്തിലെ സമാധാനം, ഈ സമുദായത്തിന്റെ രഞ്ജിപ്പ്, ഇത്തരം കാര്യങ്ങൾക്കല്ലേ പ്രാധാന്യം കൊടുത്തുള്ള മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് സമസ്ത നേതൃത്വം നൽകിയോ? ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാറുണ്ട്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ മാത്രമാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. സമസ്തയുടെ ഭരണഘടനയിൽ 1-ാമത്തെ വകുപ്പ് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. 2-ാമത്തെ വകുപ്പ് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾക്കെതിരായി വരുന്ന ആശയങ്ങളെ നിയമവിധേയമായി തടയുക. ഇത് ഇതിന്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. ഈ പണി സംഘടന എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സംഘടനയുടെ പ്രസക്തിയില്ല. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിയമവിധേയമായി സമാധാനപരമായി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മാന്യമായി സമസ്ത അവതരിപ്പിക്കാറുണ്ട്. അല്ലാതെ ഒരു ഭിന്നിപ്പിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം സമസ്ത നടത്താറില്ലെന്ന് മാത്രമല്ല, ഈ സമുദായത്തിന്റെ പൊതുവായ നന്മക്കു വേണ്ടി ആദരണീയരായ പാണക്കാട് സാദാത്തുക്കളും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമുദായത്തിലെ ഏതാളുകൾ രംഗത്ത് വരുന്ന ഈ കൂട്ടായ്മകളൊക്കെ ഉണ്ടോ, ആ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിയ, പിന്തുണച്ച, സഹകരിച്ച പാരമ്പര്യമേ ഈ സംഘടനക്കുള്ളൂ. ഒരിക്കലും ഭിന്നിപ്പിന് സമസ്ത കേരള ജംഇയ്യത്തുലമ കൂട്ടുനിന്നിട്ടില്ല, കൂട്ടുനിൽക്കുകയുമില്ല. ഇപ്പോഴും ഉണ്ടല്ലോ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? മൗനം പാലിക്കും. ഈ സമുദായത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അവസരമുണ്ടാക്കുന്ന എന്ത് ശ്രമങ്ങളാണെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇനി സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനനുകൂലമായി 1% പോലുള്ള പ്രവർത്തനങ്ങൾക്ക് സമസ്തയുടെ പ്രവർത്തകന്മാരെ കിട്ടില്ല. കാരണം എന്താണ്? സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ദൗത്യമതല്ല, ഭിന്നിപ്പിന്റെ ദൗത്യമല്ല, ഒരുമിപ്പിക്കലിന്റെ ദൗത്യമാണ്. നമുക്ക് ആവശ്യം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മുടെ ആശയ പ്രചാരണങ്ങൾ, നമ്മുടെ സമുദായത്തെ വ്യാപകമായി സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ കാലത്ത് ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക, ആ പ്രബോധന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ദൗത്യമാണ് ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നിർവഹിക്കാനുള്ളത്. അത്തരത്തിലുള്ള ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മനോഹരമായി ഈ സംഘടന ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ വില കുറച്ച് കാണിക്കാനും മോശമായി ചിത്രീകരിക്കാനും പല രീതിയിൽ അപഹസിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും ഒക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ആരാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഭദ്രമായ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ എല്ലാ കാലത്തും ഈ സമുദായത്തിന്റെ മുഖ്യധാരയിൽ, മതപരമായ മുഖ്യധാരയിലുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും സമസ്തയാണ്. മതപരമായ കാര്യത്തിൽ സമുദായത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് സമുദായത്തിലുള്ള വിശ്വാസ്യതയുടെ അത്ര വിശ്വാസ്യതയോടോ അംഗീകാരമോ മറ്റു പല മതസംഘടനകൾക്കും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പലപ്പോഴും മുഖ്യധാരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അവർക്ക് മുഖ്യധാരയിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് അവരിന്ന് തിരിച്ചറിഞ്ഞൊരു പ്രധാനപ്പെട്ട കുതന്ത്രമാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനും സമസ്തയെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുമായി സഹകരിക്കുന്ന മറ്റു പ്രസ്ഥാനങ്ങളെയൊക്കെ തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും അവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. അതാരുടെ ഉത്തരവാദിത്തമാണ്? ആരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്? ഇക്കാലം അത്രയും സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത മതപരമായ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ കുതന്ത്രങ്ങളാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, മുഖ്യധാരയിൽ കയറിക്കൂടാൻ വേണ്ടി ഇവിടെയുള്ള ശത്രുക്കൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടമാർക്കാണ്. അത് നമ്മൾ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതല്ലേ? സമുദായത്തിൽ ഐക്യമല്ലേ വേണ്ടത്? സമുദായത്തിൽ ഭിന്നിപ്പല്ലല്ലോ വേണ്ടത്?
ഈ സമുദായത്തിന്റെ മുഖ്യധാര സമസ്ത കേരള ജംഇയ്യത്തുലമ മതപരമായ കാര്യത്തിൽ സമുദായം കാതോർക്കുന്നത് സമസ്തയാണ്, അല്ലാതെ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങളെയല്ല. ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. ആ പ്രസ്ഥാനം ഈ സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം മതത്തെ പ്രതിനിധാനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രസ്ഥാനത്തിന്റെ സംഭാവനകളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ മതപരമായിട്ടുള്ള ഈ ഗുണവിശേഷങ്ങൾ. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഈ പ്രസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ രീതിയല്ല. ആ രീതി അനുസരിച്ച് തന്നെ ഇനി നാളെയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഈ സഹകരണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവിടെ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനും ഇത് രണ്ടിലുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൂന്നാം കക്ഷിയെ നമ്മൾ രണ്ടു കൂട്ടരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ദോഷമാണ്. അല്ലാതെ ഒരിക്കലും നേട്ടമുണ്ടാകുന്നില്ല, ഒരിക്കലും നേട്ടമുണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇന്നുവരെ കയറി വരാൻ സാധിക്കാത്ത ചില കുതന്ത്രശാലികളായ ബിദഈ പ്രസ്ഥാനങ്ങളാണ്. ആ ബിദഈ പ്രസ്ഥാനങ്ങളെ ബിദഈ പ്രസ്ഥാനങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ട് എന്നാൽ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ചിദ്ദത ഉണ്ടാക്കാനും അവരുണ്ടാക്കുന്ന അജണ്ടകളുടെ പിറകെ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിന് വലിയ നാശം ഉണ്ടാക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ പോലെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിനൊരു തടസ്സവുമില്ല. അതിന് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഭാഗത്തുനിന്ന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹകരണവുമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്, ഇനിയുള്ള കാലത്തുണ്ടായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ആനുകാലികമായ വിഷയങ്ങളോ മറ്റോ വരുന്ന സമയത്ത്, ഇപ്പൊ ഉദാഹരണം ഒരു പുതിയ വിവാദം ഉണ്ടായി. ആ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് മീഡിയകളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വളരെ അലർട്ടായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മീഡിയകളുടെ ചാനലുകളുടെ പ്രളയമുള്ള ഒരു കാലമാണ്. മീഡിയകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങളും പരമാവധി കത്തിച്ച് ചാനലിന് റേറ്റ് കൂട്ടുക എന്നുള്ളത് അവിടെ ഒരു വരുമാന മാർഗമാണ്. അപ്പൊ എല്ലാ വിഷയങ്ങളും വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. അപ്പോ സമസ്തയുടെ അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചാനലിനോട് സംസാരിക്കുന്നു. അദ്ദേഹം വളരെ സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു. എല്ലാ ചാനലുകളും അത് നിമിഷ നേരം കൊണ്ട് ലൈവായിട്ട് കൊടുക്കുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നു, രാത്രി പക്ഷെ അത് സംബന്ധമായ ചർച്ചകൾ നടക്കുന്നു. അപ്പൊ സമസ്തയുടെ അധ്യക്ഷൻ പഴയ കാലത്തെ പോലൊന്നുമല്ല. സമസ്തയുടെ അധ്യക്ഷൻ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, അദ്ദേഹം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ ചില ആളുകൾ ചോദിക്കുകയാണ്, കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ ചാനലുകൾക്ക് മുമ്പാകൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. കണ്ണിയത്ത് ഉസ്താദുടെ കാലത്ത് ഈ ചാനലുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി സമസ്തയുടെ അധ്യക്ഷനെ കാത്തു നിൽക്കുന്നു. അവരുടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അതേപോലെ വിശദീകരണങ്ങളൊക്കെ ചാനലുകൾ വരുന്നു എന്നുള്ളത് അത് സമസ്തയുടെ ഭാഗത്തൊരു തെറ്റാണോ? അത് സമസ്തയുടെ അധ്യക്ഷൻ ചെയ്യുന്നൊരു തെറ്റാണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും സമസ്തക്ക് പാടില്ല, ഇതൊന്നും സമസ്തയുടെ അധ്യക്ഷന് പാടില്ല. എന്താണ് ഇതിന് മലയാളത്തിൽ പറയാ? കഴിഞ്ഞ 12 വർഷമായിട്ട് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നു, സമസ്തയുടെ മുഖപത്രമായിട്ട്. ആ പത്രത്തിന്റെ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുതലുള്ള ചെറുശ്ശേരി ഉസ്താദ് മുതലുള്ള ആ സ്ഥാപനത്തിന്റെ ആ പത്രത്തിന്റെ സ്ഥാപക ചെയർമാനായ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരാണ്. അവരതിന്റെ പോളിസി പറഞ്ഞത് എന്താണ്? അവരതിന്റെ പോളിസി പറഞ്ഞത് എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം, എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം. എന്നാൽ സമസ്തയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയുടെ വാർത്ത മറ്റു പാർട്ടിയുടെ വാർത്ത കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യപൂർവ്വം കൊടുക്കണം. അത് 12 വർഷം മുമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇന്നും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ആ പോളിസി അനുസരിച്ചാണ് ആ പാർട്ടിയുടെ വാർത്ത ആ പത്രത്തിൽ വന്നിട്ടുള്ളൂ. വ്യാപകമാണ് അത്. എല്ലാ ദിവസവും ആ പോളിസി അനുസരിച്ചാണ് ആ പത്രം പ്രസിദ്ധീകരിക്കുന്നത്.
ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ആ പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്ക് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു വാർത്തയോ പ്രസ്താവനയോ ഈ 12 വർഷത്തിനിടയിൽ ആ പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരസ്യം വരും. പരസ്യം എല്ലാവരുടെ പരസ്യം വരും. കാരണം പരസ്യമാണ് ഒരു പത്രത്തിന്റെ വരുമാനം. അതിനെ പരസ്യത്തെ പരസ്യമായിട്ട് കാണണം. അല്ലാതെ പരസ്യം നോക്കിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? ഓരോരുത്തർക്കും അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും. ഓരോരുത്തർക്കും അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും. നാളെ തെരഞ്ഞെടുപ്പാണ്. നാളത്തെ പത്രത്തിൽ പരസ്യം ഏതാ നോക്കുക. എന്നിട്ടാണ് ഞാൻ വോട്ട് തീരുമാനിക്കുന്ന ആരെങ്കിലും തീരുമാനിക്കുമോ? പത്രത്തിൽ പരസ്യം വരും. അത് പത്രത്തിന്റെ വരുമാനമാണ്. ഇപ്പൊ സർക്കാർ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആരാ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? LDF ആണ്, ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പരസ്യങ്ങൾ ഏതൊക്കെ പത്രത്തിലാണ് വരുന്നത്? എല്ലാ പത്രത്തിലും വരുന്നുണ്ട്. എന്താ നിങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, നിങ്ങളെ പരസ്യം കൊടുക്കൂല എന്ന് പറയാറുണ്ടോ? സർക്കാർ പരസ്യം കൊടുത്തില്ലെങ്കിൽ തൂക്കാൻ വിധിക്കൊന്നുമില്ല. താല്പര്യമുള്ള പരസ്യം കൊടുത്താൽ മതി. സർക്കാർ പരസ്യത്തിൽ ഇന്നാലിന്റെ പരസ്യം ഞങ്ങൾ നാളെ കൊടുക്കുന്നില്ല എന്നൊരു പത്രം തീരുമാനിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ പൈസ ഇട്ടില്ല എന്നുള്ളൂ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ വളരെ അനാവശ്യമായി നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നമ്മുടെ നാട് സമാധാനപരമായിട്ട് എങ്ങനെ പോയോ അതുപോലെ പോകാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. ആ സാഹചര്യത്തിലൂടെ തന്നെ നാളെ നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് സമുദായത്തിന് കരണീയമായിട്ടുള്ളത്, സമുദായത്തിന് ഗുണപരമായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കത് തുണക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷം നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മഹല്ല തലങ്ങളിൽ, നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉൾപ്പെടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സേവനങ്ങളും സംഭാവനകളും ആ ആത്മീയമായ നേതൃത്വം ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള തെർബിയത്തും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു